മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജ്യോതി മൽഹോത്ര എന്ന ചാരവനിതയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളാണ് ദേശീയ തലത്തിലും നമ്മുടെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാലെ റിയാസിനെതിരെ ശക്തമായിട്ട് കടന്നാക്രമിച്ചുകൊണ്ട് പിണറായി വിജയനെ ഉൾപ്പെടെ കടന്നാക്രമിച്ചുകൊണ്ട് വലിയൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലെ ചെറിയൊരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നമുക്കറിയാം, ഈ ഒരു ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസം മുതൽ ജയിലിലാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ മീഡിയാസുകളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് 14 ദിവസം കൂടി റിമാൻഡ് കാലാവധി നീട്ടി എന്നുള്ളതാണ്. ഈ ജ്യോതി മൽഹോത്രയെ നമ്മുടെ ടൂറിസം വകുപ്പ്, നമ്മുടെ കേരള സർക്കാർ പണം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയണം. ഈ ജ്യോതി മൽഹോത്ര നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് യാത്രകൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ അവരുടെ ചാനലിൽ ഉള്ളത് മാത്രമേ നിലവിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോ അവര് ഒരു പക്ഷേ എന്നല്ല, മിക്കവാറും നമ്മളുടെ പ്രധാനപ്പെട്ട നേവി ബേസ് ഉൾപ്പെടെ കൊച്ചിയിൽ നേവി ബേസ് ഉണ്ട്, നമ്മുടെ എയർബേസുകള്, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ സാധിക്കൂ? അവര് വെക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ ഇപ്പോ അറസ്റ്റിലായിട്ടുള്ളത്. മെയ് മാസത്തിൽ അറസ്റ്റിലായിട്ട് ഇന്നും ജയിലിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റും കാലാവധി നീട്ടിയ, റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ടിരിക്കുക. അടുത്ത 14 ദിവസം എന്നാ പറയുന്നത്. അപ്പൊ സകല ആളുകളും ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ചാനലിനെ സംബന്ധിച്ച്, ഒരു ഹിന്ദി ചാനലിനെ സംബന്ധിച്ച് വലിയ സംഭവമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ അല്ല. 3 ലക്ഷത്തിലൊക്കെ അധികം ആ ഒരു സമയത്തൊക്കെ ആ ഒരു ലെവലിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഹിന്ദി ഈ ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകള്, വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആളുകളില്ലേ? എന്നിട്ടും അവരെ ഒന്നും വിളിക്കാതെ ഈ ജ്യോതി മൽഹോത്രയെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ടൂറിസം വകുപ്പ് ഇവിടേക്ക് എത്തിക്കുന്നു? നമുക്ക് ഏതായാലും ഇതൊക്കെയായി ബന്ധപ്പെട്ട് റിയാസിനെയും അതേപോലെ തന്നെ പിണറായി വിജയനെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് BJPയുടെ ദേശീയ വക്താവ് എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കാം. The Vijayan government and his son-in-law tourism minister was rolling out red carpet for this Pakistani spy, but they are saying red stop, no entry for Bharat Mata. They give platform to Hamas. They eulogize terrorists. They stand in support of PFI. They are the ones who even show solidarity for Naxals. But when it comes to Bharat Mata, they are opposing it. And today, therefore, this issue shows the mindset of the left government. What is the connection between Mohammad Riaz, the son-in-law of Pinarayi Vijayan, and this Pakistani spy that he was... ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വിജയൻ സർക്കാരും അദ്ദേഹത്തിന്റെ മരുമകൻ ടൂറിസം മന്ത്രിയും ഈ പാകിസ്ഥാൻ ചാരന് ചുവപ്പ് പരവതാനി വിരിച്ചു. പക്ഷേ അവർ പറയുന്നത് ഭാരത് മാതാക്ക് റെഡ് സ്റ്റോപ്പ്, നോ എൻട്രി എന്നാണ്. അതായത് ഭാരത് മാതാക്ക് പ്രവേശനമില്ല എന്ന് അവർ ഹമാസിനെ വേദി ഒരുക്കുന്നു, വേദി നൽകുന്നു. അവർ തീവ്രവാദികളെ പ്രശംസിക്കുന്നു, അവർ PFIയെ പിന്തുണക്കുന്നു, നക്സലുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരും അവരാണ്. എന്നാൽ ഭാരത് മാതാവിനെ കാര്യം വരുമ്പോൾ അവർ അതിനെ എതിർക്കുന്നു. അതിനാൽ ഇന്ന് ഈ വിഷയം ഇടതുപക്ഷ സർക്കാരിന്റെ മാനസികാവസ്ഥയെയാണ് കാണിക്കുന്നത്. പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസും ഈ പാകിസ്ഥാൻ ചാരനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഷഹസാദ് പൂനെവാലെ, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവ് കടന്നാക്രമിച്ചതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താണ് ഇവരെ എന്തുകൊണ്ട് കേരള സർക്കാർ ക്ഷണിക്കുന്നു? ഇതൊരു ചോദ്യമല്ലേ? ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നുണ്ട് റിയാസ്. അതൊക്കെ കേട്ടാൽ ബോധമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളില്ലേ? നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. റിയാസിന്റെ ഒരു മറുപടി ഉണ്ട്. അതായത് ഇവര് നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തല്ലേ മിനിസ്റ്റർ വന്നേ? ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്? അതിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ എന്തെങ്കിലും റോളുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ, അതിന്റെ കാർഡ് വന്നു കഴിഞ്ഞു,
കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, ഒക്കെ നമുക്കറിയാം. അതിനു മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ, ടൂറിസം വകുപ്പിന് റോളുണ്ടോ, മന്ത്രിക്ക് റോളുണ്ടോ, സർക്കാരിന് റോളുണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ നടത്തുന്നത്? ചെറിയ കാര്യമായിട്ടത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? ചാരപ്രവർത്തിയായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണോ വന്നത് വാർത്ത? നിങ്ങൾ പരിശോധിക്കൂ. അപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ചാരപ്രവൃത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക്? BJPയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു. നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടോ? എനിക്കറിയില്ല. വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം. നിങ്ങൾ കേട്ടില്ലേ? അല്ല, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കും? നിങ്ങളോടല്ലാതെ ആരോടാണ് ചോദിക്കേണ്ടത്? നിങ്ങളുടെ അമ്മായിയപ്പൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ? നിങ്ങളുടെ വകുപ്പിന്റെ ക്ഷണപ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന ഇൻഫ്ലുവൻസർ എങ്ങനെ കേരളത്തിലേക്ക് എത്തി? ആര് ക്ഷണിച്ചോ? ഇതൊക്കെ ആരോടാണ് പിന്നെ ചോദിക്കേണ്ടത്? നിങ്ങളോടല്ലാതെ. എത്ര ഉളുപ്പില്ലായ്മയാണ് നിങ്ങൾ ഇതൊക്കെ എന്നോടാണോ എന്നൊക്കെ ചോദിക്കുന്നത്? ഇത് ഏജൻസിയാണ് ഏൽപ്പിച്ചത്, ഏജൻസിയാണ് ഇവരെ ക്ഷണിച്ചത് എന്നൊക്കെയാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറയുന്നത്. അങ്ങനെ ആ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടോ. ആ ഏജൻസി എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ വളരെ കുറവായിട്ട് ഫോളോവേഴ്സ് പോലുമുള്ള, അത് പാകിസ്ഥാൻ സന്ദർശനം പോലും നടത്തിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് എത്തി? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു ഏതോ ഒരു BJP നേതാവ് എന്നൊക്കെ. കെ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇതിന് ശക്തമായിട്ട് എതിർത്ത് ആദ്യമേ തന്നെ രംഗത്ത് വരുന്നുണ്ട്. പിന്നെ BJPയുടെ നേതാവൊക്കെ അല്ലാതെ കോൺഗ്രസും നിങ്ങളും ഇവിടെ ടൈപ്പ് അല്ലേ സകല കാര്യങ്ങളിലും? ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടെ നിരന്തരം ഇവരല്ലേ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ബോധമുള്ള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കെ സുരേന്ദ്രന്റെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റ് ഉണ്ട്, ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കാം. 1 മാസം മുമ്പ് ഞാൻ ഈ വസ്തുത പുറത്തുവിട്ടപ്പോൾ നിർഭാഗ്യവശാൽ പതിവ് പോലെ ഒരു മലയാള മാധ്യമവും വാർത്തയാക്കിയില്ല. അന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് എന്റെ പ്രതികരണം വാർത്തയാക്കിയത്. ഇതൊരു മാസക്കാലം മുമ്പേ തന്നെ ഇത് കൃത്യമായിട്ട് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോ റിയാസിനോട് ചോദ്യം, ഒരു BJP നേതാവ്, ഇവരെന്ത് വിഷയം വന്നാലോ BJP നേതാവ് അല്ലെ സംഖ്യ എന്ത് ആ തരത്തിൽ പറഞ്ഞ് സകലത്തിൽ നിന്ന് ഒളിച്ചോടുക. ഇതൊക്കെ കേട്ട് സുഖിച്ച് ഇവിടെ കുറെ ഹമാസോളികൾ ഉണ്ടല്ലോ ഇവരെ പിന്തുണയ്ക്കാൻ. ഇതൊരു ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയ. അതിലാണ് ഒരു ഉളുപ്പുമില്ലാതെ റിയാസ് പറയുന്നത്. എന്നോടാണ് പിന്നെ ആരോട് ചോദിക്കണം? ജ്യോതി മൽഹോത്ര എന്ന ഇൻഫ്ലുവൻസർ മുൻപ് പാകിസ്ഥാനിൽ പോലും സന്ദർശനം നടത്തിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. നമ്മുടെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും. പാകിസ്ഥാനില്, സിറിയയില്, ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലൊക്കെ സന്ദർശിക്കുന്ന ആളുകളെ നമ്മൾ ഗൗരവത്തിലും അപകടത്തിലൊക്കെ തന്നെയല്ലേ നിരീക്ഷിക്കേണ്ടത്? എന്നിട്ട് ഒരു സർക്കാർ, നമ്മുടെ കേരള സർക്കാർ, അത് ടൂറിസം വകുപ്പ് പാകിസ്ഥാനൊക്കെ സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് അതും സർക്കാർ ചിലവിൽ കൊണ്ടുവന്നു? അതൊരു ഗൗരവകരമായിട്ടുള്ള ഒരു ചോദ്യം. അതിന് റിയാസിന്റെ വകുപ്പും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നേ പറ്റൂ.